ഒരുപാട് ആൾക്കാർ ചോദിച്ചിക്ക് നല്ല സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാക്കുക. ഇപ്പൊ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കാണാം, അവരെയൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ, അതിന് ഒരുപാട് നല്ല നല്ല എഫക്റ്റുകളൊക്കെ കൊടുത്ത് മ്യൂസിക് നല്ല പാട്ടും ഒക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളി സ്റ്റാറ്റസുകൾ. ഇതെങ്ങനെ ഉണ്ടാക്കുക? അതിനൊന്നും വാട്ടർമാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഏത് ആപ്പിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് തിരിയുന്നില്ല. അപ്പം നമുക്ക് നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചിട്ട് അതിന് അടിപൊളി എഫക്റ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കുക, കിഡിലെ സ്റ്റാറ്റസ്. എങ്ങനെ ഇത് ഉണ്ടാക്കുക? ഇതിന് ടിക് ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ചെറിയൊരു ആപ്ലിക്കേഷൻ ഒന്നല്ല, ഇത്തിരി വലിയതാണ്. ഒരു 65 MB അടുത്തുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടുന്ന് മാണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഏതായാലും നമുക്ക് ഇതിലെങ്ങനെയാണ് നല്ല സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊന്ന് നോക്കാം. ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. അവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇഷ്ടമുള്ള ഒരു കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ താഴെ സ്കിപ്പ് ഉണ്ട്, സ്കിപ്പ് കൊടുക്കുക. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് വരും, അതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്ന പേജിൽ ഇങ്ങനെ ഉണ്ടാകുക. ഇവിടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് റീസെർച്ച് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരുപാട് കാറ്റഗറി ആയിട്ട് ഇഷ്ടമുള്ള കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് നമ്മളെ ഫോട്ടോ വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ വെച്ചിട്ട് അതിന് താഴെ ഒരു വീഡിയോന്റെ ഐക്കൺ കാണുന്നുണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഗ്യാലറി പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഗ്യാലറിയിലേക്കാണ് പോവുക. ഗ്യാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. മേലെ ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇതിൽ നമുക്കിപ്പോ ഇമേജ് എടുക്കാം. ഇമേജ് ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്താൽ താഴെ ഡൺ എന്നുള്ളൊരു ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോട്ടോ ഇതിൽ വന്ന് ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. അടുത്തത് ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്യുക. മേലെ നിന്ന് താഴെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാണ്ടിയ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മേലെ ക്രോപ്പ് കൊടുക്കുക. ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ, ആ ഇമേജ് കുറേ എഫക്റ്റുകളോടുകൂടി ഒരു മ്യൂസിക് കേടായി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ടൂളിലേക്ക് വന്ന് ഇനി നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടത്തും വലത്തും കുറേ ഭാഗങ്ങളുണ്ട്. ഇവിടെ ഫ്രെയിം എന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് ഫ്രെയിം എടുത്താൽ താഴെ കുറേ ഫ്രെയിമുകളുണ്ട്. ഇഷ്ടമുള്ളൊരു ഫ്രെയിം നമുക്ക് ഈ ഫോട്ടോത്തിന് കൊടുക്കുക. അടിപൊളി ഫ്രെയിമുകളുണ്ട്, ഓരോന്നും നോക്ക്. ഇത് രസമുണ്ട്. നമുക്കിത് സെലക്ട് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്ത് ഇനി അടുത്തത് ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ അതിലുണ്ട് ഇഷ്ടംപോലെ ഓരോ കാറ്റഗറിയിലായിട്ട്. ആ ഫോട്ടോ ഇളകാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ അടിപൊളി എഫക്റ്റുകളുണ്ട്. ഇഷ്ടമുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് മനസ്സിന് പിടിച്ച എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഓവർലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അതിലും കുറച്ച് നമുക്കിതിന് ഓവർലേ ആയിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ലവ് ചിഹ്നം കൊടുത്ത്, അപ്പോൾ എന്തായി, അതിൻ്റെ ഉള്ളിലായി. ഇനി നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു പേര് എഴുതി കൊടുക്കാം, അതും കൊടുക്കാം. പിന്നെ ഒന്നിലധികം ഇമേജുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇമേജ് തമ്മിലുള്ള ആ ട്രാൻസിഷൻ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യും. ഇതിപ്പോൾ ഒറ്റ ഇമേജ് ആയതുകൊണ്ട് അത് കാണിച്ചത് എനിക്ക് നടക്കില്ല. പിന്നെ ഇവിടെ ഈക്വലൈസർ ഉണ്ട്. ഈ താഴെയുള്ള ഈക്വലൈസറില്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ളത് ചേഞ്ച് ചെയ്തെടുക്കാം, പല രീതിയിലുള്ള ആക്കിയെടുക്കാം. ഇതായിക്കോട്ടെ, അടിപൊളി. അതിനുശേഷം നമുക്ക് മ്യൂസിക് എന്നുള്ള ഈ ടാബിൽ നിന്ന് ഇഷ്ടമുള്ള മ്യൂസിക് നമ്മളെ ഗാലറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മ്യൂസിക് എക്സ്ട്രാ കൊടുക്കട്ടെ. ഇതെനിക്ക് കോപ്പിറൈറ്റ് വരാത്തൊരു മ്യൂസിക്കാണ്, അത് കൊടുക്കാം. ഇനി ഞാൻ സൗണ്ട് കൂട്ടട്ടെ. അത് പാട്ടൊന്നുമില്ല, മ്യൂസിക് മാത്രമാണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്, നിങ്ങളെ ഗാലറിയിലുള്ള പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എഫക്റ്റുകളും ഫ്രെയിമും അതും ഇതെല്ലാം മാണ്ടിയതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വേറെ ഒന്നുണ്ട്, നമുക്ക് ഈ എഫക്റ്റിന്റെ ഒക്കെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇവിടുന്ന് സ്പീഡ് ബീറ്റ്സ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാക്കി വെച്ചിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ വേണ്ടി മേലെ സേവ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ വിത്ത് വാട്ടർമാർക്ക്, കണ്ടിന്യൂ വിത്തൗട്ട് വാട്ടർമാർക്ക്, ഈ രണ്ട് ഓപ്ഷനാണ് ഉണ്ടാകുക. കണ്ടിന്യൂ വിത്ത് വാട്ടർമാർക്ക് കൊടുത്താൽ പെട്ടെന്ന് ഡൗൺലോഡ് ആവും, വാട്ടർമാർക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു വാട്ടർമാർക്കൊന്നും ഇല്ലാണ്ട് വേണമെങ്കിൽ കണ്ടിന്യൂ വിത്തൗട്ട് വാട്ടർമാർക്ക് കൊടുക്കുന്ന നേരം ഒരു പരസ്യം നമ്മൾ കാണണം. ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ഇല്ലാണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ട് ചെയ്യാം കൊടുത്ത്. അപ്പം പരസ്യം ലോഡാകുന്നുണ്ട്. പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിലേക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ട് ഇത് സേവ് ആവും. എന്താ ഇവിടെ ഇങ്ങനെ നമ്മളെ ഫോണിലേക്ക് സേവ് ആകുന്ന ആ ശതമാനം ഇങ്ങനെ കാണിക്കും. ഇത് 100% ആയി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഇത് ഡൗൺലോഡായി. പിന്നെ അവിടുന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും
ഷെയർ ചെയ്യോ സ്റ്റാറ്റസ് വെക്കോ എന്ത് വേണേലും ചെയ്യാം. അപ്പൊ സംഭവം ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.